വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അതിലേക്ക് കടക്കുന്നതിനെക്കാട്ടും മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിൽ കടക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: A4 ഷീറ്റ്, ഗം, ടാപ്പ്. ഞാൻ ടാപ്പ് ഒരു ടാപ്പും ഗം എടുത്തത്. ഗമ്മ ഒട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ ടാപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ പെൻസിൽ, സിസേഴ്സ്, സ്കെച്ച്, മാർക്കർ ആൻഡ് കളർ. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിനി നോട്ട്ബുക്കാണ്. നമുക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കാം. അതിനാണ് A4 ഷീറ്റ്. ആദ്യം നമ്മളിങ്ങനെ ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ മടക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പെട്ടി കുഞ്ഞു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പേഴ്സ് നമുക്ക് കിട്ടണം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് കട്ട് ചെയ്യാം. ആ പേപ്പറിൻ്റെ വരയുള്ള നേരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്ക്വയറിൽ നല്ല വീതിയും അളവും എല്ലാം നോക്കി നമ്മൾ മടക്കി എടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കരുത്. അതിന് അങ്ങനെ മടക്കരുത്. നമ്മൾ കുറച്ച് ഇത്ര വലിപ്പാക്കിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഈ പോർഷന് നമുക്ക് വേണ്ട അത്രയുള്ള സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെയും മടക്കിയായിരുന്നു. ഈ പോർഷനിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാനാണ്. ഇങ്ങനെ അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് സ്ട്രെയിറ്റിലാണ് നമ്മൾ എങ്ങനെ മടക്കുന്നത് നല്ല അളവിൽ നോക്കണം. എല്ലാ സൈഡിലും ഒരേപോലെ ആണെങ്കിൽ മാത്രം നമ്മൾ നടുക്കിന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ഷേപ്പിൽ തന്നെ നമ്മൾ എല്ലാ പേപ്പറും ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇതുപോലെ ഈ സൈസിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇതാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ വെച്ച് നോക്കണം. വെച്ച് നോക്കിയില്ലെങ്കിൽ ഇതുപോലെ ആയിപ്പോകും. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക? ഈ ബിഗ് പേപ്പർ കൊണ്ട് ഇതിൻ്റെ അളവ് അനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അളവ് അനുസരിക്കുമ്പം നമുക്ക് ഇത്ര വേണ്ടെന്നാണ്. ഇപ്പം ഈ അളവുള്ള ഇത്ര അളവുള്ള ഒരു ഇതാണ്. കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു അളവിലുള്ളത് നമ്മളത് നോക്കിയിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ ഈ പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇങ്ങനെ പേപ്പർ വയ്ക്കുക. നമ്മൾ ബോർഡർ പുറത്ത് ആക്കിയില്ലേ, അതുപോലെ ബോർഡറിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക സ്ട്രെയിറ്റ് ആൻഡ് ഇതിൽ. അതിനുശേഷം ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു താഴെ വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ മേളത്തെ പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഇവിടെ കട്ട് ചെയ്യുന്നത്
ഗായ്സ് എന്താന്ന് വെച്ചാൽ അവിടെ ശരിയായില്ല ഗായ്സ്. നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. നമുക്ക് സെറ്റായി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ എടുക്കുന്നു, തുറക്കുന്നു, എഴുതുന്നു. അപ്പം ഈ ഒരു അളവിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ വെച്ച് നോക്കട്ടെ ഗൈസ്. ഗൈസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ശേഷം ഈ ഒരു മടക്ക് മതി. ഈ ഒരു മടക്കിൽ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സ്ട്രെയിറ്റിൽ മുറിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളിത് വെട്ടി കഴിയുമ്പോൾ വെറുതെ സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് വിടരുത്. നമ്മൾ എങ്ങനെയാണോ എല്ലാ പേപ്പേഴ്സും ചെയ്തത് ആ ഒരു ടൈപ്പിൽ തന്നെ വേണം നമ്മൾ ചെയ്യാൻ. ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നടുക്കിന്നൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ തന്നെ മടക്കിയിട്ട് നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് വെച്ച് നോക്കാം. വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു സ്മോൾ ഒരു നോട്ട്ബുക്ക് കിട്ടും ഗൈസ്. കിട്ടുന്നില്ല ഗൈസ്, മുറിച്ചിട്ടെടുക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ഇതേ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്ത് ലാസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കളയും. ലാസ്റ്റ് ഒന്നും ആയില്ല. ലാസ്റ്റ് പേപ്പർ പോകുന്നല്ലാണ്ട് വേറെ ഒരു പണിയില്ല ഗൈസ്. ഇങ്ങനത്തെ ഒരു പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പേപ്പർ വെച്ച് നോക്കാം. അത് തന്നെ അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. വേറെ ഒന്നും കട്ട് ചെയ്യരുത് ഗൈസ്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കുറേ ന്യൂ പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. ഇത്രയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കൊരു വൃത്തിയിലൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വൃത്തിയിലും മെനയിലും ചെയ്യണം. നമ്മളിങ്ങനെ വെച്ചെടുക്കുക. ഇത്രയും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരും. നല്ല ഒരു ക്ലീൻ ആയിട്ട് ഞാൻ ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അങ്ങനെയാണ് മുറിക്കേണ്ടത്, ഇങ്ങനെയല്ല മുറിക്കേണ്ടത്, അങ്ങനെയല്ല ഞാൻ കാണിച്ചു തരാം. ഇത്രയും ആയി ഗായ്സ്, ഇത്രയും പേജ് ആയി. നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ അതുപോലെ
ഈ ഒരു ഇതില് ലൈനിൽ നമുക്കൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ വെച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ശരിയായില്ലെങ്കിൽ കട്ട് ചെയ്യുക. എന്തല്ലോ പറയുക, ഇത് നമുക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്ത് ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ടാവും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കാലോന്ന്. ആകെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വിടുക. ഇത് സ്ട്രെയിറ്റിൽ ക്ഷമയോട് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഒന്ന് നടുക്കേന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് നടുക്കി മുറിച്ച് കൊടുക്കാം. ശേഷം ഒരു ഗായ്സ് ഇങ്ങനെ. അപ്പം നമുക്ക് ഇത്രയും വേണം. അപ്പം ഞാൻ ഇപ്പം വരാം, ഒരു സാധനം എടുത്തിട്ട് വരാം. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. നമ്മൾ ഇത്രയും പേജസ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിങ്ങനെ തന്നെ വയ്ക്കുക. ശേഷം നല്ല വൃത്തിയിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ തന്നെയാണോ ദൈവം തമ്പുരാനറിയാം. കുറച്ച് മുറിക്കാനുണ്ട് ഗൈസ്, ഇച്ചിരി മുറിക്കാൻ. നമുക്ക് കുറച്ചേ മുറിക്കാനുള്ളൂ. ഇത് കിട്ടുന്നില്ലല്ലോ. കുറച്ച് ഇത്തിരി പൊടി മുറിക്കാനുണ്ട്. ആ സ്പേസ് ഞാൻ കണ്ടെത്തി വെച്ചു. അതിനുശേഷം നമുക്ക് വെച്ചെടുക്കാം. അപ്പം നമുക്ക് കുറച്ചെങ്കിലും ആയി. ഇനി ഈ ഷേപ്പിൽ തന്നെ നമുക്ക് വേറെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതാക്കിയെടുക്കുക. കുറേതെല്ലാം തെറ്റായിട്ടുണ്ട് ഗൈസ്, അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അത്ര വലിയതൊന്നും നമ്മൾ. അപ്പം നമുക്ക് ഇതൊന്നും നല്ല വൃത്തിയാക്കി എടുക്കാം ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഒരു വൃത്തിയായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പം ഗൈസ് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. അപ്പം ഗൈസ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നല്ല വൃത്തിയിലെല്ലാം എടുക്കാൻ നോക്കുക. അത്ര വൃത്തി കിട്ടുന്നില്ല, എന്നാലും ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശരിയാക്കി എടുത്തു. അടുത്ത് നമുക്കൊന്നും കൂടി മുറിച്ചെടുക്കാം. ഇതുപോലെ തന്നെ അപ്പം നമുക്ക് അടുത്തതും ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചെടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ശരിയായില്ല എന്നാണ്. തോന്നുന്നത് ശരിയാവില്ല. ഒരിക്കലും ശരിയാവില്ല ഇത് ഗൈസ്. അപ്പം നമ്മളിത് നല്ല വൃത്തിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. തൊന്നാവുന്നില്ലല്ലോ. അപ്പം ഗൈസ് അപ്പം നമ്മള് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
ഗായ്സ് ഞാൻ ഇപ്പം വരാം. അപ്പം ഗായ്സ് ഇത് ഒന്നെങ്കിൽ മര്യാദയ്ക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. നല്ല വൃത്തിയാവാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. നല്ല വൃത്തിയിലും മെനയിലും ആക്കി എടുക്കുക. ഓക്കെ, ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന പോർഷൻസ് ഒന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച പോർഷൻസ് ഓൺലി. അപ്പം ഇതിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം ചിലവാകും. നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിങ്ങനെ ഞാൻ ഓരോ പാട്ടും പാടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം ഗായ്സ്. ഇങ്ങനെയൊക്കെ മുറിച്ചു കൊടുക്കണേ ഭയങ്കര പാടാണ്. ഞാൻ കുറേ നേരം ശ്രമിക്കുന്നു. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ശ്രമിച്ചെടുക്കണം. ഇത് വേറെ ആളോട് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴിവുണ്ടായൂല. രസമുണ്ടെന്നല്ലല്ലോ നോക്കേണ്ടത്, ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയെങ്കിലൊക്കെ ഞാൻ സെറ്റാക്കി എടുക്കും. ഇത് എടുക്കാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. നമുക്കൊന്ന് വൃത്തിയായി ഒന്ന് കട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര പ്രശ്നം. അപ്പം കട്ട് ചെയ്ത് കഴിയുവാണ്. ഇപ്പം കഴിയും ഗായ്സ്. കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം. അപ്പം നമുക്കൊന്ന് ഇതെങ്ങനെയാപ്പോൾ മുറിക്കുക. അപ്പം നമ്മൾ അങ്ങനെ കഴിഞ്ഞു. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ഒട്ടിച്ച് ഡിസൈൻസ് ചെയ്താൽ മതി. അപ്പം ആദ്യം തന്നെ ഗം എടുക്കുക. ഗം ഇങ്ങനെ എടുത്ത് നടുക്കിങ്ങനെ ഒന്ന് ആയി കൊടുക്കുക. ഇതുപോലെ ഗം ഇങ്ങനെ ഈ ഒരു പോർഷനിൽ മാത്രം ഗം ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ആ ഗമ്മ് പുറത്തേക്ക് വരികയാണെങ്കിൽ ഗമ്മ ഒന്ന് കുറച്ച് കയറ്റി കൊടുക്കുക. അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ വീണ്ടും ഒന്നും കൂടി എല്ലാ പോർഷൻസും ഒന്ന് ചെയ്തെടുക്കുക. ഇങ്ങനെ ഗമ്മൊട്ടിച്ച് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. 1 2 3. അപ്പം കുറേ പഠിക്കാനൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമുക്കിങ്ങനെ ഒരു ബിഗ് വീഡിയോ എങ്കിലും ഇടണ്ടേ. ഞാൻ ഒരെണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, ഇതിൽ കുറേ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറൊരു ചാനലും കൂടി ഉണ്ട്. ആ ചാനലിൽ ഞാൻ അങ്ങനെ കൂടുതലും ഉള്ള ഷോർട്സാണ്. ഷോർട്സിൽ ഒരുവിധം എല്ലാ ഇതും ഉണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇടുന്നതും അധികമൊക്കെ കാണുന്നുണ്ട്. ഇടുന്നതൊക്കെ ഞാൻ ഇടും. ഇങ്ങനെ വെക്കേഷൻ ടൈമിലാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പം പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. എനിക്ക് ചെയ്യാൻ ഞാൻ ഫോണ് വല്ലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഇപ്പം ഒന്ന് എടുത്തു, വേഗം വീഡിയോ അല്ലേ അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ എടുത്തു. ഒരു വീഡിയോ എടുക്കാൻ അമ്മ അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ എടുത്തതാണ്. രണ്ടാളെയും ഇതിപ്പം അച്ഛൻ്റെ ഫോണാണ്. അച്ഛൻ്റെ ഫോണിലും അമ്മേൻ്റെ ഫോണിലും എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഒരെണ്ണത്തിൽ സാൻവിക വ്ളോഗും ഒരെണ്ണത്തിൽ ബിഹാൻ വ്ളോഗുമാണ്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിലും നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് മുറിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓ ഗേഴ്സ്.
നമുക്ക് ഇനി സ്കെച്ച് കൊണ്ട് ഡിസൈൻസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്യാം. ന്യൂ നോട്ട്ബുക്ക് എന്ന് പറയും. എന്ത് എഴുതാം? മൈ നോട്ട്ബുക്ക് എന്ന് എഴുതാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ഞാൻ എടുത്തായിരുന്നു. ഇതിൽ സ്കെച്ചാണ്, ഒറ്റ സ്കെച്ചുള്ളൂ. ബാക്കി വേറെ എന്തെല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ കാണിക്കുന്നില്ല. ഇതാ ഒരു വയലറ്റ് മാർക്കറാണ് സ്കെച്ച്. ഇതാണ് സ്കെച്ച്. ഒരു പാക്കറ്റിൻ്റെ ഉണ്ട്, ഡോംസിൻ്റെ ആണ്. നമുക്ക് ചെയ്തു തുടങ്ങാം. മൈ നോട്ട്ബുക്ക് ഒരു ഡിസൈൻ കൊടുക്കാം. മൈ നോട്ട് ബുക്ക്. ഒരു റണ്ണിങ് ലെറ്ററിലെല്ലാം ഏകദേശം എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിസൈനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു നല്ല നമുക്ക് ഇഷ്ടമുള്ളൊരു കളേഴ്സ് എല്ലാം വെച്ചിട്ട് ഒരേ കളേഴ്സ് തന്നെ ചെയ്താൽ ഗുണമുണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ കളേഴ്സ് കൊണ്ട് ഞാൻ ഓരോ ഇതിലും ഓരോരോ ഇത് കൊണ്ട് ചെയ്യാണ്. അപ്പം നമുക്ക് നല്ല വൃത്തിയിലും നമ്മളിപ്പം ഞാൻ ഇതെടുക്കാം. നല്ല വൃത്തിയിൽ ചെയ്യാണ്. ഇത് ചെയ്യുന്നത് ഒരു എഴുതാനും ഒക്കെയാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ വൃത്തിയിലും മെനയിലൊക്കെ ചെയ്യാം. ഇനി നമ്മൾ കൊടുക്കുന്നത് ഒരു സ്റ്റാറാണ്. അതെൻ്റെ ഇഷ്ടമുള്ള മിന്നാമിന്നീൻ്റെ ഒരു കളറാണ്. അത് നമ്മളിങ്ങനെ ഒരു ഡോട്ട് എടുക്കുക. 4 സ്പേസസിലും ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് സ്പേസ് വിടൂലേ, അവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. അത് 4 സ്പേസസിലും. പിന്നെ ബാക്കിയുള്ള സൈഡിലെല്ലാം ഈ ഒരു കളർ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു രസത്തിന് ഇതുപോലെ. അതെല്ലാം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിലെഴുതുന്നത് ഞാൻ ഇപ്പം കാണിക്കാം. എന്തൊക്കെയാണ്? മൈ നോട്ട് ബുക്ക് പേപ്പേഴ്സിനെ ഞാൻ ഇതെല്ലാം അങ്ങോട്ടേക്ക് പോട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് കളറോടെ പോയി ഇതാ ഈ കളറിൽ കുറച്ചിങ്ങനെ ഡോട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കട്ടെ. ഇനി നമ്മൾ ഇവിടെ എഴുതുക. ഇവിടെ എഴുതുമ്പം നമ്മൾ ഇവിടെ എഴുതരുത്. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും ഉണ്ട് നോട്ട്ബുക്സിലെല്ലാം എഴുതുമ്പോൾ. പക്ഷെ എനിക്ക് ഇവിടെ എഴുതാൻ ഇഷ്ടമല്ല. ഇവിടെ എഴുതും. അപ്പോൾ നമ്മൾ അവിടെ എഴുതുന്നത് ടാറ്റൂസ് ആണ്. അപ്പം നമ്മൾ ടാറ്റൂ എന്നൊന്നും എഴുതുന്നില്ല. എന്തെല്ലാം ടാറ്റൂസിൻ്റെ ഓരോ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ പേരൊക്കെ എഴുതാം. ആഞ്ചലീന ഒരു പേര്. ഏകദേശം കുറച്ചൊക്കെ ആളൊക്കെ ഉള്ളൂ. ആഞ്ചലീന, അഷ്മിക. ഓരോരുത്തരും ഓരോ മൈൻഡിലാണ്. ഓരോരുത്തരും ചിലവരെ കൂട്ടില്ല, കട്ടി. അങ്ങനെ നമ്മൾ വല്ലപ്പോഴും നമ്മൾ ഒരു 4 എഴുതുന്നുള്ളൂ. ഇല്ല. പിന്നെ ലാസ്റ്റത്തെ ഞാൻ ഇങ്ങനെ ഒരു റണ്ണിങ് ലെറ്ററിലല്ലാണ്ട് എഴുതും. അപ്പം ഇതാണ് മൈ നോട്ട്ബുക്ക്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ നോട്ട്ബുക്ക്.
മൈ നോട്ട് ബുക്ക്. ഇവിടെ ഞാൻ എഴുതിയത് മൈ നോട്ട് ബുക്ക്. ഇവിടെ ടാറ്റൂസ് ആണ്, ഓരോരുത്തരുടെ പേര് വെച്ച് ടാറ്റൂസ്. ഇനി ഈ വീഡിയോയിൽ ക്രാഫ്റ്റ് ഉണ്ടാവും, ഡ്രോയിങ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഇപ്പം തന്നെ ഓരോ പേപ്പേഴ്സ് പറഞ്ഞു പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഒട്ടിക്കണം. അത് സൈഡായാലും ഏത് സൈഡായാലും നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.